السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ മുമ്പ് രോഗിയായി കിടന്ന സന്ദർഭത്തിൽ ഇരുന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന് നമസ്കരിച്ചു. കൂടെയുള്ള അല്ലെങ്കിൽ പിന്നിലുള്ള ആളുകൾ നിന്ന് നമസ്കരിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് അത് വിലക്കി. നിങ്ങൾ ഇരിക്കുക എന്ന് നബി വിലക്കഞ്ച നിസ്കാരത്തിൽ തന്നെ ആംഗ്യം കാണിച്ചു, ഇരിക്കാൻ വേണ്ടി ആംഗ്യം കാണിച്ചു. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ചെയ്തത് റോമക്കാരും പേർഷ്യക്കാരും ചെയ്യുന്ന സമ്പ്രദായമാണ്. അതായത് രാജാക്കന്മാർ ഇരിക്കുമ്പോൾ അവിടെ അവരുടെ പ്രജകളായ ആളുകൾ ഇരിക്കാറില്ല, അവർ നിൽക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. രാജാക്കന്മാരെ ബഹുമാനിക്കാൻ വേണ്ടി രാജാക്കന്മാർ ഇരിക്കുന്നിടത്ത് മറ്റുള്ള ആളുകൾ നിൽക്കുക, അത് പാടില്ല. മറിച്ച് ഇമാം ഇരുന്നാണ് നമസ്കരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇരുന്ന് നമസ്കരിക്കണം, ഇമാം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നിന്ന് നമസ്കരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. അത് ഇപ്പോഴും ആ നിയമം ബാധകമാണോ അല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. അപ്പൊ ഇമാം എന്തെങ്കിലും നിൽക്കാൻ പറ്റാത്ത ഒരാളെ ഇമാമായി ആയിരിക്കാം. അപ്പൊ ഈ കൽപ്പന അനുസരിച്ച് എന്ത് ചെയ്യണം? ബാക്കിൽ നിസ്കരിക്കുന്ന മൗമുമിങ്ങളും ഇരിക്കണം. കാരണം എന്താ? ഇമാമിനെ പിന്തുടരുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ആ നിയമം ദുർബലപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ ആ നിയമം ബാധകമല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരുമുണ്ട്. അതിനുള്ള തെളിവെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ വരാൻ പറ്റാതായി. അബൂ സിദ്ദീഖിനെ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഇമാമാക്കി. അങ്ങനെ അബൂ സിദ്ദീഖ് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് രണ്ടാളുകളുടെ തോളിൽ തൂങ്ങി വന്നു. എന്നിട്ട് അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടത് ഭാഗത്ത് നബിയെ ഇരുത്തി. അതുവരെ ഇമാമാരാ അബൂ സിദ്ദീഖ്. നബി വന്നപ്പോ നബി ഇമാമായി, അബൂ സിദ്ദീഖ് നബിയെ തുടരുന്നു. പക്ഷെ നബി ഇരുന്നു. നബി ഇരുന്നപ്പോഴും അബൂ സിദ്ദീഖ് എന്ത് ചെയ്തിട്ടില്ല? ഇരുന്നിട്ടില്ല, നിന്നാണ് നമസ്കരിച്ചത്. അപ്പൊ അത് വെച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നു, അവസാനത്തെ നബിന്റെ നടപടി ഇതാണ്. നബി ഇരുന്നു, എന്നിട്ടും അബൂ സിദ്ദീഖോ കൂടെ നമസ്കരിച്ച ആളുകളോ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതില്ല? ആദ്യം പറഞ്ഞ നിയമം ഇനി ബാധകമല്ല. ഇമാം ഇരിക്കുകയാണെങ്കിലും മൗമൂമിങ്ങൾക്ക് നിന്ന് നമസ്കരിക്കാം. എന്നാൽ അത് പാടില്ല, ഈ പറഞ്ഞത് ശരിയല്ല. നബിന്റെ ഈ സംഭവം ഇമാമ് ഇരിക്കുകയാണെങ്കിൽ മൗമൂമിൽ നിന്ന് നമസ്കരിക്കാം എന്നതിന് തെളിവല്ല എന്ന് മറുപക്ഷം വാദിക്കുന്നു. കാരണം എന്താ? ഇവിടെ നിസ്കാരം തുടങ്ങിയത് നബിനെ കൊണ്ടല്ല. ആരാ? അബൂ സിദ്ദീഖ്. അബൂ സിദ്ദീഖ് നിന്നാണോ ഇരുന്നാണോ നമസ്കരിച്ചത്? നിന്നാണ് നമസ്കരിച്ചത്. ഇടക്ക് വന്ന ആളാണ് ആര്? നബി. അപ്പൊ അതുകൊണ്ട് ആ നിയമത്തെ ഇങ്ങോട്ട് ബാധകമാക്കാൻ പറ്റൂല. ഇപ്പറഞ്ഞതാണ് ഇതിൽ ശരിയായ നിയമം എന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ട് പക്ഷം കൊണ്ടൊന്നും മനസ്സിലാക്കാം. ഇവിടെ ഈ ബുക്കിൽ ഇതൊന്നും വിശദീകരിച്ചില്ല. ഇമാം ഇരിക്കുകയാണെങ്കിൽ മൗമൂം എന്ത് ചെയ്യണം? ഇരിക്കണം. അങ്ങനെ ഘട്ടം വന്നാൽ, ഇരിക്കാൻ കഴിയാത്ത ആള് മാറിയിട്ട് വേറൊരാളെ ഇമാമാക്കിയാൽ മതിയല്ലോ. പക്ഷെ ഒരു ഘട്ടം അങ്ങനെ വന്നാൽ ഇമാം ഇരിക്കുകയാണെങ്കിൽ മൗമൂം. ഇതില് പറഞ്ഞതിൽ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട, നേരത്തെ പറഞ്ഞ കസേരയിൽ ഇരിക്കുന്ന ആളുകളാണ്. നിൽക്കാൻ പറ്റുന്ന ആളുകൾ നിന്ന് തന്നെ നമസ്കരിക്കണം. നിൽക്കാൻ പറ്റില്ല, ഒരു വടിയിൽ ഊന്നി നിൽക്കാൻ പറ്റും. ഒരു വടി കുത്തിയിട്ട് ഇങ്ങനെ നമസ്കരിക്കാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ നമസ്കരിക്കണം. അതിനും തെളിവുകളുണ്ട്. അല്ല, ചുമരിലെടുത്താണ് ഒരാൾക്ക് ചുമരിലൊരു സൈഡ് ഇങ്ങനെ ചാരിട്ട് നമസ്കരിക്കാം എങ്കിൽ അയാൾ ചാരി നമസ്കരിക്കണം. അതായത് എത്രത്തോളം സാധിക്കുന്നുവോ അത്രത്തോളം പാലിക്കാൻ നടത്തണം. അതിനൊന്നും മാർഗമില്ലെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇരിക്കാൻ പറ്റാൻ പറ്റും. ഇനി നിൽക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നമസ്കരിക്കുക. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എനിക്ക് ബാസൂർ എന്ന് പറഞ്ഞാൽ ഈ മൂലക്കുരുവിന്റെ അസുഖം, അതുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്ന് നമസ്കരിക്കുക. നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇരുന്ന് നമസ്കരിക്കുക. ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അലാ ജംബിൻ, കിടന്ന് നമസ്കരിക്കുക. അപ്പോ ഒന്ന് പറ്റില്ലെങ്കിൽ അടുത്തത്, അത് പറ്റില്ലെങ്കിൽ അടുത്തത്. ഇരിക്കുക എന്ന് പറയുന്നത് നബിന്റെ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലുള്ള കസേരയോ സ്റ്റൂളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹദീസിൽ മുത്തറബ്ബിയാൻ എന്ന് കാണാം, ചമ്രം പടിഞ്ഞിരിക്കുക. അതിനാണ് മുത്തറബ്ബി. അങ്ങനെ ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ടാണ് അങ്ങനെ നമസ്കരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ നമസ്കരിച്ചിരുന്നു എന്ന് പറയുന്ന ഹദീസ് കാണാം. എന്ന് പറഞ്ഞാൽ ഈ ചമ്രം പടിഞ്ഞിരിക്കുന്നത് എപ്പോഴാ? ഖിയാം, റുക്കൂ, ഇഅ്തിദാൽ, അതിന്റെ സമയത്ത്. അപ്പൊ നിൽക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഇരിക്കാം. എങ്ങനെ? ചമ്രം പടിഞ്ഞിരിക്കാം ഈ പറഞ്ഞ ഘട്ടത്തിൽ. പിന്നെ അതിനിടയ്ക്ക് സുജൂദ് വരും.
സുജൂദും ഇടയിലിട്ടു. ആ സമയത്ത് അത്തഹിയാത്തും. ആ സമയത്ത് അയാൾക്ക് സാധാരണ പോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഇരുത്തത്തിലേക്ക് പോകണം. ഇഫ്തിറാശോ തവർറുക്കോ ഏതാന്ന് വെച്ചാൽ ചമ്രം പടിഞ്ഞിരിക്കുന്നു. സുജൂദിന്റെ സമയത്ത് അയാൾ സാധാരണ പോലെ സുജൂദ് ചെയ്യുന്നു. ഇടയിലിരുത്തത്തിൽ ചമ്രം പടിഞ്ഞല്ല. എങ്ങനെ ഇരിക്കുക? സാധാരണ ഇരുത്തം, ഇഫ്തിറാസിന്റെ ഇരുത്തം, ഇടയത്തിന്റെ ഇരുത്തം. അത്തഹിയാത്തിലോ ഇഫ്തിറാസും വരും തവർറുക്കും വരും, നിസ്കാരത്തിന്റെ എണ്ണത്തിനനുസരിച്ച്. അവിടെ ആയിരുത്തിരിക്കുക. ഇനി അത് അയാൾക്ക് കഴിയില്ല, ചമ്രം പടിഞ്ഞിരിക്കാനേ പറ്റുള്ളൂ എങ്കിൽ അങ്ങനെ സ്കരിക്കാം. ചമ്രം പടിഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരാളാണ്, മുട്ടൊന്നും വളിയില്ല എങ്കിൽ അയാൾക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റുമോ അങ്ങനെ സ്കരിക്കണം. അവിടെ പിന്നെ ഇരുത്തത്തിന്റെ രൂപം നോക്കേണ്ടതില്ല. അയാൾക്ക് എന്താണോ സാധ്യമായത് അതാണ് ഇരുത്തത്തിന്റെ രീതി. ഇനി ഇരിക്കാൻ പറ്റാത്ത ഒരാൾ കിടന്ന് നമസ്കരിക്കണം. അപ്പൊ കിടക്കുമ്പോ എങ്ങനെ കിടക്കണം ഒക്കെ തർക്കമുള്ള വിഷയങ്ങളാണ്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, ഖബറിൽ മയ്യത്ത് വെക്കുന്നത് പോലെ തല വടക്ക് ഭാഗത്തേക്ക്, കാല് തെക്കോട്ട്, എന്നിട്ട് ശരീരം ചെരിക്കുക വലതു ഭാഗം. അപ്പൊ അങ്ങോട്ടേ ശരീരം മുഴുവൻ ഖിബിലക്ക് നേരെയായി. മനസ്സിലായില്ലേ? തല വടക്കും കാല് തെക്കും, എന്നിട്ട് ചെരിച്ചു കിടത്തുക. അപ്പോ നമ്മുടെ ശരീരം മുഴുവൻ എല്ലാ ഭാഗവും തല മുതൽ കാല് വരെ ഖിബിലക്ക് അഭിമുഖമായി. അങ്ങനെയാണ് മയ്യത്ത് ഖബറിൽ വെക്കുന്നത്. അതേപോലെയാണ് കിടന്ന് നമസ്കരിക്കേണ്ടത്. കാരണം എന്താ? നിൽക്കുമ്പോ നമ്മുടെ ശരീരം മുഴുവൻ എങ്ങോട്ടാ? ഖിബിലക്കാണ്. അപ്പൊ അതേപോലെ ഖബറിൽ വെക്കുന്നത് പോലെ കിടന്നാൽ എന്തായി? ശരീരം മുഴുവൻ എന്തിനു നേരെയായി? ഖിബിലക്കേരായി. ഇതാണ് ഏറ്റവും രണ്ടഭിപ്രായങ്ങളിൽ ഏറ്റവും ശരിയായ രീതി. വേറൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം, കാല് ഖിബിലയുടെ ഭാഗത്തേക്കും തല അങ്ങോട്ടും എങ്ങോട്ടും കിഴക്കോട്ടും, കാല് പടിഞ്ഞാറോട്ടും തല കിഴക്കോട്ടും. അതായത് നിസ്കരിക്കാൻ നിൽക്കുന്ന ഒരാൾ നേരെ അങ്ങോട്ട് കിടന്നാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ കിടക്കുക. എന്നിട്ട് തല അല്പം ഒരു തലയണയോ എന്തെങ്കിലും വിചാരിച്ച് ലേശം പൊക്കി വെക്കുക പറ്റുമെങ്കിൽ. അപ്പൊ എന്താ? കാല് ഖിബിലന്റെ നേർക്കായി, തല അല്പം പൊന്തി ഖിബിലക്ക് അഭിമുഖമായി നിൽക്കുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ ശരിയായ രീതി ഏതാ? ഈ കബറിൽ കിടക്കുന്ന രീതിയാണ്. അപ്പൊ രണ്ടഭിപ്രായങ്ങളുണ്ട്. ഏറ്റവും ശരി ഈ കബറിൽ വെച്ച്. കാരണം ഒന്ന് കബറിൽ അങ്ങനെ കിടക്കുന്നത് ഖിബിലക്ക് അഭിമുഖമായിട്ടാണ്. അപ്പൊ അതേ രീതിയിൽ കിടന്നാൽ ഖിബിലക്ക് അഭിമുഖമായി. ഇനി ഒരാൾക്ക് അങ്ങനെ ഒന്നും കഴിയില്ല, ചുരുണ്ടേ കിടക്കാൻ പറ്റുള്ളൂ, എന്നാ അങ്ങനെ കിടക്കണം. അല്ലെങ്കിൽ കാല് നേരെ വെക്കുന്നു, തലേസം പൊക്കി വെക്കുന്നു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അതായത് എന്താണോ സാധിക്കുന്നത് അങ്ങനെ, ഏത് കോലത്ത് കിടക്കാൻ പറ്റും അങ്ങനെ കിടക്കാം. ഇരിക്കുന്നവൻ എങ്ങനെ ഇരിക്കാൻ പറ്റും അങ്ങനെ ഇരിക്കുക. നേരത്തെ പറഞ്ഞ മുത്തറബി അല്ലെങ്കിൽ ചമ്രം പറഞ്ഞിരിക്കാൻ പറ്റില്ലെങ്കിൽ, ഈ പറഞ്ഞ രീതിയിൽ കിടക്കാൻ പറ്റില്ലെങ്കിൽ എങ്ങനെ കിടക്കാൻ പറ്റുമോ അങ്ങനെ കിടക്കുക. അതായത് അപ്പോൾ ഒന്നും എന്താകുന്നില്ല, നമസ്കാരം ഒഴിവാക്കാൻ പറ്റുകയില്ല എന്നർത്ഥം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ നിന്ന് നമസ്കരിച്ചാൽ അതാണ് അവന് ശ്രേഷ്ഠം. ഇരുന്ന് നമസ്കരിച്ചാലോ അവന് നിന്ന് നമസ്കരിക്കവന്റെ പകുതി കൂലിയുണ്ട്. ഇനി ഒരാൾ നായിമൻ എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നവനാണ്. ഉറങ്ങലെങ്ങനെ? കിടന്നിട്ടാണ്. അപ്പൊ അവിടെ ഉറങ്ങാന്നല്ല ഉദ്ദേശിക്കുന്നത്, വാക്കതാണെങ്കിലും കിടന്ന് ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ അവന് ഇരുന്ന് നമസ്കരിക്കുന്നവന്റെ പകുതി കൂലിയുണ്ട്. നിൽക്കുന്നവന്റെ പകുതി കൂലി ഇരിക്കുന്നവനും, ഇരിക്കുന്നവന്റെ പകുതി കൂലി കിടക്കുന്നവനും. ഇവിടെ ഷെയ്ഖ് അൽബാനി കൊടുത്തണവൽ മുറാദു ബിഹി അൽ മരീദ്, രോഗിയെ സംബന്ധിച്ചാണ് ഇത് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിലും രണ്ട് അഭിപ്രായങ്ങൾ കാണാം. നിൽക്കുന്നവന്റെ പകുതി കൂലി ആർക്ക് കിട്ടുള്ളൂ? ഇരിക്കുന്ന കിട്ടുള്ളൂ. ഇത് സുന്നത്ത് നമസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത് എന്നൊരു വിഭാഗം പണ്ഡിതന്മാർ. ഫർദിൽ നിൽക്കൽ നിർബന്ധമാണ്. സുന്നത്തിൽ നിൽക്കാൻ കഴിയുന്ന ആൾക്കും എന്ത് ചെയ്യാം? ഇരുന്ന് നമസ്കരിക്കാം. അവനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. നിൽക്കുന്നവന്റെ പകുതി കൂലിയെ ഇരിക്കുന്നവന് കിട്ടുള്ളൂ, ഇരിക്കുന്നവന്റെ പകുതി കൂലിയെ കിടക്കുന്നവന് കിട്ടുള്ളൂ. എന്നാൽ അതല്ല ഇവിടെ ഷെയ്ഖ് അൽബാനി രോഗിയെ സംബന്ധിച്ചാണ് എന്ന് പറയുന്നത്. വേറെ ചില പണ്ഡിതന്മാർ രോഗിയെക്കുറിച്ചും ഇപ്പറഞ്ഞത് ബാധകമല്ല. രോഗി ആരോഗ്യമുള്ള സമയത്ത് നിന്ന് നമസ്കരിച്ചവനാണ് എങ്കിൽ അവൻ രോഗിയായിട്ട് നിൽക്കാൻ പറ്റാതെ വന്നാൽ ഇരുന്ന് നമസ്കരിച്ചാലും അവൻ എന്തിന്റെ കൂലി കിട്ടും? നിന്ന് നമസ്കരിച്ച കൂലി കിട്ടും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഇതാക്കാനൽ അബ്ദു യഅമലു അമലൻ സാലിഹൻ ഫശഗലഹു അൻഹു മറദുൻ ഔ സഫറുൻ കുതിബ കസ്വാലിഹി മാ യഅമലു വഹുവ സഹീഹുൻ മുഖീമുൻ. അബൂ ദാവൂദ് ഹദീസാണ്. ഒരടിമ സാധാരണ ചെയ്യാറുണ്ടായിരുന്ന ഒരു പ്രവൃത്തി അവന് രോഗമോ അല്ലെങ്കിൽ യാത്രയോ കാരണം ചെയ്യാൻ കഴിയാതെ വന്നാൽ ആരോഗ്യമുള്ള നാട്ടിൽ താമസിച്ച സമയത്ത് അവൻ എന്താണോ പ്രവർത്തിക്കാറുണ്ടായിരുന്നത് അതുപോലുള്ള സ്വാലിഹായ ഒരമല് അള്ളാഹു രേഖപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ ഒരാൾ നാട്ടിലുണ്ട്, അപ്പൊ അയാൾ ജമാഅത്തിന് പള്ളിയിൽ പോകും, യാത്രയിലായി, അപ്പോ ജമാഅത്ത് പങ്കെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അയാൾക്ക് എന്ത് കിട്ടും? ജമാഅത്ത് പങ്കെടുത്തില്ലെങ്കിലും കൂലി കിട്ടും. ആരോഗ്യമുള്ളപ്പോൾ നിന്ന് നമസ്കരിച്ചിരുന്ന ആൾ രോഗിയായപ്പോൾ നിൽക്കാൻ പറ്റാതെ അപ്പൊ അയാൾ ഇരുന്ന് നമസ്കരിക്കുന്നു. അയാൾക്ക് എന്ത് ചെയ്യും? ആരോഗ്യമുള്ള സമയത്ത് ചെയ്ത പ്രവർത്തനത്തിന്റെ കൂലി രോഗിയാകുമ്പോഴും അള്ളാഹു രേഖപ്പെടുത്തും. ഇത് അബൂ ദാവൂദ് ഉദ്ധരിച്ച സഹീഹ് ഹദീസാണ്. അപ്പൊ ആ ഹദീസ് അനുസരിച്ച് ഇവിടെ രോഗം കാരണം നിൽക്കാൻ
പറ്റാതെ ഇരുന്നാലും അയാളുടെ കൂലി കുറയുകയില്ല എന്നാണ്. അപ്പൊ ഇത് രണ്ട് അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പ്രകടിപ്പിച്ചുകൊണ്ട് രണ്ടു കൂട്ടർക്കും അവരുടേതായ തെളിവുകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു വിഭാഗം ആളുകളുടെ അടുക്കലേക്ക് ചെന്നു. അവർക്ക് രോഗമുണ്ടായിരുന്നു, പനിയായിരുന്നു എന്ന് ചില റിപ്പോർട്ട് കാണാം. അങ്ങനെ അവർ ഇരുന്ന് നമസ്കരിക്കുന്നു. അപ്പൊ നബി പറഞ്ഞു, ഇന്ന സലാത്തുൽ ഖായിദി അല നിസ്ഫി മിൻ സലാത്തിൽ ഖായിം. ഇരുന്ന് നമസ്കരിക്കുന്നവന്റെ കൂലി നിന്ന് നമസ്കരിക്കുന്നവന്റെ പകുതിയാകുന്നു. ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? ആരോഗ്യമുള്ള ആളെ കുറിച്ചല്ല, രോഗം കാരണം നിൽക്കാൻ പറ്റാത്ത ഒരാളെ കുറിച്ചാണ്. ഈ ഹദീസൊക്കെ വെച്ചിട്ടാണ് നേരത്തെ ഷെയ്ഖ് അൽബാനി ഈ പറഞ്ഞത് രോഗിയെ കുറിച്ചാണ്. അപ്പൊ എന്താ കിട്ടുക? രോഗിക്ക് ഇരുന്ന് നിസ്കരിച്ചാൽ പകുതി കൂലിയെ കിട്ടുള്ളൂ. മറ്റേ ഹദീസ് വെച്ചിട്ടോ നാട്ടിൽ താമസിക്കുന്നവന്റെയും ആരോഗ്യവനും യാത്രയിലോ രോഗിയാകുമ്പോൾ ആദ്യത്തെ കൂലി രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അവന്റെ കൂലി കുറയില്ല എന്ന് മനസ്സിലാക്കാം. പിന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിച്ചു. അപ്പൊ ആ രോഗി ഒരു തലയണ വെച്ച് നമസ്കരിക്കുന്നു. നബി ആ തലയണ എടുത്തെറിഞ്ഞു. അപ്പോ അയാൾ ഒരു മരത്തിന്റെ കൊള്ളി എടുത്തു നമസ്കരിക്കാൻ വേണ്ടി. നബി അതും എടുത്തെറിഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിലത്ത് നിനക്ക് കഴിയുന്ന രീതിയിൽ നമസ്കരിക്കുക, അല്ലെങ്കിൽ നീ ആംഗ്യം കാണിക്കുക, നിന്റെ സുജൂദ് റുക്കൂഴിനേക്കാൾ കുറച്ചുകൂടി കുനിഞ്ഞതാക്കുക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നമ്മുടെ നാട്ടിൽ പലരെയും കാണാം. ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകൾ സുജൂദിൽ പോകാൻ വേണ്ടി മുന്നിൽ ഒരു സ്റ്റൂൾ കൊണ്ടുപോകും. എന്നിട്ട് സുജൂദിന്റെ സമയത്ത് റുക്കൂഴ് പിന്നെ കുറച്ച് കുനിയും. സുജൂദിന്റെ സമയത്ത് ഈ സ്റ്റൂള് അയ്മ സുജൂദ് ചെയ്യാം. ഇനി അതിനേക്കാൾ കുനിയാൻ പറ്റുന്ന ആളാണെങ്കിൽ ചെറിയ സ്റ്റൂൾ വെക്കുന്നിട്ട് സ്റ്റൂളുമലേക്ക് നിലത്ത് സുജൂദ് ചെയ്യുന്നതിന് പകരം ഇരുന്നടത്ത് മുന്നിൽ വെച്ച മേശന്റെ വക്കിലേക്കോ കട്ടിലിന്റെ വക്കിലേക്കോ അല്ലെങ്കിൽ സ്റ്റൂളിലേക്കോ എന്ത് ചെയ്യുന്നു? സുജൂദ് ചെയ്യുന്നു. അത് വേണ്ടതില്ല. കാരണം അവിടെ തലയണ വെച്ച ആളുടെ തലയണ നബി എടുത്തെറിഞ്ഞു. അപ്പൊ എന്ത് ചെയ്താൽ മതി? മുന്നിൽ സാധനം വെച്ചിട്ട്